ഉണ്ടെന്ന് റാണിയില്ല അല്ലേ? റാണിക്കൊന്നും വരാൻ പറ്റില്ല. ഇന്ന് വിഷു സ്പെഷ്യൽ വ്ളോഗാണ് എല്ലാവരും പറയണ പോലെ. ഞങ്ങളിന്ന് സെറ്റ് കൂടൊക്കെ എടുത്ത് വന്നിരിക്കുവാണ്. പക്ഷേ ഇന്നത്തെ വെതറെന്ന് കാറ്റ് ക്യാമറ പോലും വെക്കാൻ പറ്റില്ല. ക്യാമറയൊക്കെ താഴേക്ക് പോവാണ്. പക്ഷേ ഇതൊരു മരം ഉണ്ടെന്ന് ഞങ്ങൾക്ക് അറിയാമായിരുന്നു. ഇല്ല, ഇതിന് കഴിഞ്ഞ വർഷം വന്നതല്ലേ ഇവിടെ? വിരിഞ്ഞ് വരുന്നേ ഉള്ളൂ, പകുതി വിരിഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് മൊത്തം ഭംഗി കാണിക്കാൻ പറ്റുന്നില്ല. എൻ്റെ പേര് പറയുവാണെങ്കിൽ ഇതൊരു ബിഗ് ഫാമിലിയാണ്. എൻ്റെ പേരാണ് ചെറി ബ്ലോസം. അത് ഒരു ജപ്പാനിലാണ് ഇതിൻ്റെ അവിടെ ഏക്കർ കണക്കിന് ഈ ഒരു മരങ്ങൾ ഉണ്ട്. ഇതിൻ്റെ ഒരു ഒറിജിനൽ നെയിം സക്കൂറ ഫാമിലി എന്നാണ്. എൻ്റെ പെർഫ്യൂമൊക്കെ ഉണ്ടല്ലേ ടീന? പെർഫ്യൂമൊക്കെ ഉണ്ട്. നോക്കിയാൽ ടീന എൻ്റെ ഭംഗി കാണിക്കുന്നുണ്ട്. പൂക്കളാണ് കൂടുതൽ, പിങ്ക് നിറത്തിലുള്ള പൂക്കൾ. ശരിക്കും എനിക്ക് പെട്ടെന്ന് സ്വർണ്ണ താമര ഇതളിൽ ഉറങ്ങും. ആ സ്വർണത്തെക്കാളും താമരയെക്കാളും ഭംഗിയുള്ള ചെറി ബ്ലോസം. നിങ്ങളൊക്കെ ഇഷ്ടംപോലെ വീഡിയോസിലൊക്കെ കണ്ടു കാണും. എന്നാലും നമ്മൾ നേരിട്ട് കാണിക്കുമ്പോൾ അതിനൊരു പ്രത്യേക ഭംഗിയാണല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് നേരിട്ട് കാണിക്കുന്നത്. നമുക്ക് ഇനിയും ഇതുപോലെയുള്ള മരങ്ങൾ ഞങ്ങൾ തേടി കണ്ടുപിടിച്ചിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരാം കേട്ടോ. ഇഷ്ടമായെന്ന് കരുതുന്നു. ഇവിടെ പൊട്ടിക്കാൻ പാടില്ല, അതുകൊണ്ട് തന്നെ ഇതൊരെണ്ണം, ഇത് മുട്ടും പൂവും എല്ലാം കൂടി ഉണ്ട്. ഇഷ്ടമായ മരത്തിൻ്റെ ചുവട്ടിലിങ്ങനെ നിൽക്കുമ്പം എന്തൊക്കെയാ മനസ്സിലേക്കിടെ വരുന്നത്? എന്തൊക്കെ നല്ല ഓർമ്മകളാണ്. നമ്മുടെ നാട്ടിലത്തെ ഒരു പ്രത്യേക പൂവില്ലേ, നമുക്ക് ചേഞ്ചിങ് റോസ് എന്ന് പറഞ്ഞിട്ട് പണ്ടൊക്കെ എല്ലാവരുടെയും വീട്ടുമുറ്റത്ത് നല്ല കുടല കുത്തി ഉണ്ടാവുന്ന ഒരു ചേഞ്ചിങ് റോസ് ആണോ അതോ ഹൈഡ്രാഞ്ചിയാണോ ഏതാണെന്നറിയില്ല. ഇതിൻ്റെ നോക്കി ഭംഗി നോക്കിയേ, കടും പിങ്ക്, അത് നിറയെ ഉണ്ടായി കിടക്കുന്നു. അത് ഒരെണ്ണത്തിൽ തന്നെ ഇങ്ങനെ ഒരു കുടല പോലെയാണ്. എന്തൊരു മനോഹാരിതയായ ചെറി ബ്ലോസ് ആണല്ലേ ഇത്. ഓ, എന്താ അല്ലേ പ്രകൃതിയുടെ വികൃതികൾ, എത്ര തരത്തിലുള്ള പൂക്കളാണ്. ഇത് ജപ്പാനിലാണല്ലോ ഇതിൻ്റെ ഒറിജിനൽ എന്നാണ് പറയണത്. അപ്പോൾ അവിടെ നിന്ന് എത്രയോ രാജ്യങ്ങളിലേക്കാണ് ഇതൊക്കെ പോയിരിക്കുന്നത്. ഇതൊരു പൂ ഞാൻ കാണിക്കാം, പൊട്ടിക്കാൻ പാടില്ല. ഇത് നോക്കി ഇലകൾ വരുന്നുണ്ട്. ഒരു പൂവായി കാണുന്നത് എന്ന് പറഞ്ഞാൽ കുഞ്ഞു കുഞ്ഞു പൂവായിട്ട് ഒറ്റ കുടലയിൽ. അയ്യോ എന്ത് രസമല്ലേ. ഓ സൂപ്പർ. കളർ കണ്ടു ചേച്ചി, നല്ല പിങ്ക് അല്ലേ? എനിക്ക് പിങ്ക്. ടീന ഒരു പൂ പിടിച്ചേ. ഞാൻ പിടിച്ച് കാണിച്ചു തരാം. ടീനയും ഒരു പൂ പിടിച്ചു. നമുക്ക് എന്തൊക്കെയാ ചെയ്യണ്ടേന്ന് അറിയത്തില്ല അത് കാണുമ്പോഴേ. പൊട്ടിക്കില്ല കേട്ടോ, ഞങ്ങൾ പറക്കുന്നില്ല. അതെ അതെ അതെ, പറക്കുന്നില്ല. നമ്മളൊരു 2 വർഷം മുൻപ് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇത് മൊത്തം ഇങ്ങനെ പൊഴിഞ്ഞു കിടക്കുമായിരുന്നു അല്ലേ? അപ്പോൾ നമ്മളൊരു ചെറിയൊരു വീഡിയോ എടുത്തായിരുന്നു. നോക്കട്ടെ, ഇനി ഒരാഴ്ച കഴിഞ്ഞ് വന്നാൽ ഇത് മൊത്തം പൊഴിഞ്ഞു കിടക്കുമായിരിക്കും അല്ലേ? വേറൊരു നിറത്തിലുള്ള ചെറി ബ്ലോസാണതേ. ഇത് നോക്കിയേ, ഇതൊരു വെള്ളയല്ല, ഒരല്പം ക്രീം നിറത്തിൽ, അതിനകത്തൊരു ചെറിയൊരു ചുമന്ന പൊട്ട് കാണാൻ പറ്റുന്നുണ്ടോ? ഉണ്ടോ? ഇത് ഈ മരം കണ്ടോ? വലിയ മരം, ചില്ലകളൊക്കെ വരുന്നുണ്ട്. അതെ, ഇങ്ങനെ കാണിക്കാം കേട്ടോ. ഇതിൻ്റെ മുകളിൽ മുട്ടുകൾ വിരിഞ്ഞിട്ടില്ല, ഇത് പകുതിയായിട്ടുള്ളൂ. ഇത് ഫുള്ളായി കഴിയുമ്പം എടുക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ കേട്ടോ. കുറച്ച് ദിവസം കഴിയുമ്പോഴേ ഇങ്ങനെ അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ, ഇത് നമ്മൾ അന്ന് പോയ വണ്ണാത്തിപ്പുഴയിലേക്കുള്ള വഴിയാണതേ. അത് അവിടെ ഒരു മാഗ്നോലിയ, പണ്ടത്തെ മാഗ്നോലിയ, അത് ഇലയെല്ലാം പൊഴിഞ്ഞ്, പൂവെല്ലാം പൊഴിഞ്ഞ് ഇലയായിട്ട് നിൽക്കുന്നുണ്ട്. അങ്ങനെ ഒരു അടിപൊളി വ്യൂ ആണത്. നല്ല ആകാശവും. ഇനി കുറച്ച് മരങ്ങളും കൂടി ഞങ്ങളുടെ മനസ്സിലുണ്ട്, നോക്കട്ടെ. ഇത് കഴിഞ്ഞ വർഷം ഉണ്ടല്ലോ, ഞങ്ങളുടെ ചിറ്റയുണ്ട്, എൻ്റെ ഹസ്ബൻഡിൻ്റെ അച്ഛൻ്റെ അനുജൻ്റെ ഭാര്യയാണ്. പക്ഷേ ഞങ്ങളുടെയൊക്കെ ഒരു അമ്മയുടെ സ്ഥാനത്താട്ടോ ചിറ്റ കഴിഞ്ഞ വർഷം ഇവിടെ UK വന്നിരുന്നു. ചിറ്റയുടെ മോനും ഫാമിലിയൊക്കെ ഇവിടെ ഉണ്ട്. അപ്പം ചിറ്റ എനിക്ക് കൊണ്ടുവന്ന ഗിഫ്റ്റാണിത്. ഈ സ്വർണ്ണ നിറത്തിലുള്ള കസവുമുണ്ട്. എനിക്ക് ആദ്യമായിട്ടാണ് ഞാനിങ്ങനെ സ്വന്തമായിട്ട് സ്വർണ്ണ നിറത്തിലുള്ള കസവുമുണ്ട് എടുക്കുന്നത്. എനിക്ക് ഒരുപാട് ഇഷ്ടമായി ചിറ്റ തരുമ്പം അത് ഗിഫ്റ്റിനേക്കാൾ കൂടുതലായിട്ട് ചിറ്റയുടെ സ്നേഹം കൂടി ചാലിച്ചാണ് തരുന്നത്. അപ്പം ഇതിനൊരുപാട് എനിക്ക് സന്തോഷമുണ്ട്, വാത്സല്യമുണ്ട്. ഇഷ്ടമായോ? എൻ്റെ കൂടെ ഒരു ബ്ലൗസ് കിട്ടും.
വിഷുവായിട്ട്. അടിപൊളി അടിപൊളി. ഓ, നിങ്ങൾക്ക് ഇത് കാണിച്ച് കാണിച്ച് ഞങ്ങൾക്ക് തീരണില്ലല്ലോ അല്ലേ. ഈ പാട്ടൊക്കെ ചിലപ്പം കവികൾ പൂവൊക്കെ കണ്ട് പാടിയതായിരിക്കും അല്ലേ. പൂവുകൾക്ക് പുണ്യകാലം അന്നൊക്കെ എങ്ങനെയായിരിക്കും അല്ലേ കവികൾക്ക് ഇത്രയും മാത്രം പാട്ടുകളൊക്കെ എഴുതാൻ പറ്റിയതല്ലേ. ഇത്ര പാട്ടുകളാണ് പൂക്കളെ പറ്റി വർണ്ണിച്ചിരിക്കുന്നത്. എല്ലാം കേൾക്കുമ്പം മനസ്സിനൊരു സുഖം. നോക്കിയ നീലാകാശം അല്ലേ, നീലാകാശം പുറകില് ആ പാട്ടില്ലേ, അകലെ അകലെ നീലാകാശം. ആകാശത്ത് നോക്കിയിരിക്കുന്നവരല്ലേ. മുല്ലപ്പൂം പല്ലിലോ ഉക്കൂറ്റിക്കവളിലോ നോക്കിയേ, മുല്ലപ്പൂ തോറ്റുപോകും. അതുപോലെ ഈ മരത്തിൽ ഇല കാണാൻ വയ്യാത്ത വിധം നിറയെ പൂ ഉണ്ടായിരിക്കുന്നു. ഇത് മുല്ലപ്പൂവല്ല ശരിക്കും, പക്ഷേ മുല്ലപ്പൂവിനോട് നമുക്ക് ഒരു സാമ്യപ്പെടുത്താവുന്ന ഒരു പൂവ്. മുട്ടും പൂവും ഒക്കെ ആയിട്ട് മണം ഉണ്ട്, ചെറിയൊരു മണമുണ്ട്. പക്ഷെ മുല്ലപ്പൂവിൻ്റെ അല്ല, വേറൊരു മണം. അതിമനോഹരിയായിട്ട് നിൽക്കുന്നു. സൂപ്പർ. ഇത് നമ്മുടെ വിഷു എപ്പിസോഡാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. വിഷുവിന് എനിക്ക് ഒരുപാട് ഓർമ്മകളുണ്ട്. ടീനയ്ക്കൊക്കെ എന്തെങ്കിലും ഓർമ്മകളുണ്ടോ? ഞങ്ങളങ്ങനെ വിഷു ആഘോഷിച്ചിട്ടില്ല, അങ്ങനെ ഇല്ല. ഞാൻ എൻ്റെ വീട്ടിൽ അങ്ങനെ വിഷു സദ്യയായിട്ടൊന്നും ആഘോഷിച്ചിട്ടില്ല. പിന്നെ ആ സമയത്ത് ഞങ്ങളുടെ വീട്ടിൽ പശുവൊക്കെ ഉണ്ടായിരുന്നേ. അപ്പോൾ പശുവിൻ്റെ പാലൊക്കെ ഞാനും ചേച്ചിമാരും ചേട്ടന്മാരും ഒക്കെയാണ് ഓരോ സ്ഥലങ്ങളിൽ കൊണ്ടുപോയി കൊടുക്കുന്നത്. ഞങ്ങൾ 5 മക്കളാണ്, ഞാൻ ഏറ്റവും ഇളയതാണ്. അപ്പോൾ നമുക്ക് ആ സമയത്തൊക്കെ ആയിരിക്കും അതിൻ്റെ പൈസ കിട്ടുന്നത്. അപ്പോൾ അമ്മച്ചി ഇന്നില്ല, അമ്മച്ചി സ്വർഗത്തിലിരുന്ന് ഇതൊക്കെ കാണണ്ടാവുന്നതായിരിക്കണം. അപ്പം അന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും ഈ പുതിയ പാവാട, ബ്ലൗസ്, ഷർട്ട് അതൊക്കെ അമ്മച്ചെടുത്ത് തരും. അന്ന് അതിൻ്റെ ഒരു സുഖം എന്ന് പറയുന്നത്, അത് കൂട്ടുകാരെ കാണിക്കാനും അത് തയ്പ്പിക്കാനും ഒക്കെ എന്ത് രസമായിരുന്നു. ഇപ്പം നമുക്ക് കൂടുതലുള്ളത് കൊണ്ടല്ലേ നമുക്ക് അങ്ങനെ അത്ര അങ്ങോട്ട്, എന്നാലും ഒരാൾ തരണമെന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം. അങ്ങനെ കിട്ടിയതാണ് ഇത്. അതെ അതെ അതെ, ചിറ്റാന്നതാണിത്. ഞാൻ പിന്നെ ഇത് 2 ദിവസം മുൻപ് ഇവിടെ വന്നിട്ട് ഒരു ചെറിയ റീൽസ് എടുത്തിരുന്നേ. അപ്പോൾ അതിനകത്ത് ഞാനൊരു ടോപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ നാട്ടിലുള്ള ആനിച്ചേച്ചി ചോദിച്ചു, ഈ മോളെ നീ എങ്ങനെ ഇതൊക്കെ സൂട്ടബിൾ ആയിട്ട് കിട്ടിയെന്ന്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ ചേച്ചി, എൻ്റെ ആനിച്ചേച്ചി എനിക്ക് സ്നേഹത്തോടെ തന്നൊരു ടോപ്പാണെന്ന് ചേച്ചി മറന്നുപോയി. ഇപ്പൊ ടീനിക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടോ? എന്തെങ്കിലും എനിക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും ഉണ്ടോന്നല്ലേ? ബ്ലൗസ് ഉണ്ടല്ലോ. അതെ, ബ്ലൗസ് എൻ്റെ സ്വന്തമാണ്. ചേച്ചിയുടെ കമ്പലാണ് കേട്ടോ, ചേച്ചിയുടെ കമ്പലാണ്. അതെന്റെ മാലയാണ്. ഇങ്ങനെയാണ് ഞങ്ങൾ. അതെ അതെ, ഇങ്ങനെയാണ് ഞങ്ങൾ. എനിക്ക് ഇഷ്ടം അങ്ങനെ ചെറിയ ഗിഫ്റ്റും ഒക്കെ ഇങ്ങനെ ഞാൻ കാത്തു സൂക്ഷിച്ചു വെക്കും. കൊടുക്കാനും ഇഷ്ടമാണ്, വാങ്ങിക്കാനും ഇഷ്ടമാണ്. പിന്നെ ഞാൻ കല്യാണം കഴിഞ്ഞ് ചെന്ന വീടെന്ന് പറയുന്നത് ഒരു നായർ വീടാണ്. ഹസ്ബൻഡ് പേര് ഉണ്ണികൃഷ്ണൻ എന്നാ. അവിടെ ഒരു വലിയൊരു തറവാടാണത്. അപ്പോൾ അവിടുത്തെ വിഷുവിൻ്റെ ആഘോഷങ്ങളൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളൊക്കെ ലീവിന് ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു ആഘോഷമായി. പടക്കം പൊട്ടിക്കലും സദ്യ ഉണ്ടാക്കലും ചിറ്റയാണ് എല്ലാത്തിനും നേതൃത്വം കൊടുക്കുന്നത്. നമ്മൾ തേങ്ങ ചിരവുന്നു, പാല് പിഴിയുന്നു, പായസം ഉണ്ടാക്കുന്നു. അതൊക്കെ അതിരാവിലെയാണ്. 3 മണിക്കും 4 മണിക്കൊക്കെ എഴുന്നേറ്റിട്ട് വേണം അതൊക്കെ ചെയ്യാനായിട്ട്. പിന്നെ കായ് വറക്കുന്നു. അങ്ങനെ ഒരുപാട് അടിപൊളി സദ്യയൊക്കെ ആയിട്ട് ഒരു 11-11:30 ആകുമ്പോഴത്തേക്കും എല്ലാവരും താഴെ ഇരുന്ന് തൂശിനയിലൊക്കെ വെട്ടിക്കൊണ്ടെന്ന് എല്ലാവരും, പിന്നെ മരിച്ചവർക്കായിട്ട് നമ്മളിങ്ങനെ വെക്കുമല്ലോ, ഒരു ഇലയിൽ വെക്കുമല്ലോ. അത് കഴിഞ്ഞിട്ട് എന്തൊരു ടേസ്റ്റാണെന്നറിയാമോ അതിങ്ങനെ ഇരുന്ന് കഴിക്കാനായിട്ട്. ശരിക്കും അവധിക്കൊക്കെ പോകുമ്പോണ്ടല്ലേ ടീനെ, ഇവിടുന്ന് ഞാൻ ചിലപ്പോൾ 5 കിലോ ഒക്കെ കുറച്ചിട്ട് പോകും. നാട്ടിൽ നിന്ന് വരുമ്പോൾ 10 കിലോ കൂട്ടിയിട്ട് വരും. ചിറ്റയുടെ കൈപ്പുണ്യം. അതെ 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 അതെ, ഭയങ്കര ടേസ്റ്റാണ് ചിറ്റയുടെ ഫുഡിന്. അപ്പൊ ചെറിയ ബ്ലൗസത്തെ പറ്റി മറന്നുപോയി. നമ്മൾ ചെറിയ ബ്ലൗസിനെ പറ്റി മറന്നുപോയി, വിഷുവിൻ്റെ വന്നായിരുന്നു. അപ്പോൾ ഇത് കാണുന്നവർ നിങ്ങളുടെയൊക്കെ വിഷുക്കാലം എങ്ങനെയായിരുന്നു ഒന്ന് ടൈപ്പ് ചെയ്തിട്ടാണെങ്കിൽ നമുക്കൊരു രസമാണല്ലോ. ഈ യൂട്യൂബ് ശരിക്കും പറഞ്ഞാൽ എനിക്ക് അങ്ങനെ നമ്മുടെ മാത്രമായിട്ടുള്ളതല്ല കേട്ടോ, നമ്മുടെ മാത്രമായിട്ടുള്ളതല്ല ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. നമുക്ക് എല്ലാവർക്കും കൂടി വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ ഓർമ്മകളൊക്കെ ഷെയർ ചെയ്യാനും അല്ലേ ടീനെ? നാട്ടിൽ നിന്ന് ടീനയുടെ കുറേ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ഇത് കാണുന്നുണ്ടല്ലേ ടീനെ? ശരിക്കും നമ്മുടെ ആ ബ്ലൗസിന് പറ്റുന്നൊരു കളറാണതേ. ഇത് എന്ത് കളറാണ് ടീന? ഇത് ചേച്ചി നോക്കിയത് പിങ്കും വൈറ്റും ഒക്കെ കൂടിയ ഒരു കളർ അല്ലേ? ഒരു പഞ്ച് തന്നെ ഉണ്ടല്ലേ, ഇലയില്ലാണ്ട് പോവാ. പക്ഷെ ഒരു കൊമ്പിന് എന്തോ പറ്റിയല്ലേ? ഒരു കൊമ്പിൽ മാത്രം ഇലയായിട്ട് നിൽപ്പുണ്ട്. അവിടെ ഇങ്ങനെ തിരിക്കുവാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ കൊമ്പ് പാവം കൊമ്പ്, എന്താണെന്നറിയില്ല, ആ കൊമ്പ് മാത്രം ഇങ്ങനെ പിണങ്ങി നിൽക്കുന്ന പോലെ അല്ലേ ടീനെ? എത്ര മരമുണ്ട് ഇവിടെ. ഇത് വീട്ടിലെ കുടുംബനാഥൻ അങ്ങനെ നമുക്ക് സങ്കല്പിക്കാം. ഇത് കുടുംബനാഥ. അത് ആറ്റുനോറ്റുണ്ടായൊരു കൊച്ച്. 3 മരങ്ങളാണ് ഇവിടെ ഉള്ളത്.
മൂന്നും അതിമനോഹരിയായിട്ട് നിൽക്കുന്നു. ഇത് രസമല്ലേ? മുകളിലേക്ക് അങ്ങനെ നോക്കുമ്പോൾ ആകാശവും ഇതിൻ്റെ പന്തലും ഈ മരവും എല്ലാം കൂടി നോക്കുമ്പോൾ അപ്പം നമ്മൾ വിഷുവിന് സദ്യ കഴിച്ച പോലെയായി. വെള്ള കണ്ടു, കടും പിങ്ക് കണ്ടു, ഇത് രണ്ടിൻ്റെയും കൂടെ മിക്സ് അല്ലേ? ആ, മിക്സ് ആണിത്. ഇനി വേറെ കളറുകൾ കാണുമായിരിക്കും അല്ലേ? പൊഴിയൊക്കെ കഴിച്ച പോലെ ആയില്ലേ ടീന? പൊഴിയുമ്പോൾ ഇവിടെ വരണം അല്ലേ? പൊഴിഞ്ഞു കിടക്കുമ്പോൾ. കഴിഞ്ഞ വർഷം ടീനയുടെ ഹസ്ബൻഡ് അമ്മ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ അമ്മയ്ക്ക് ഹായ്. അതെ, അമ്മയ്ക്ക് ഹായ്. ഞങ്ങളുടെ പ്രിയപ്പെട്ട അമ്മയായിരുന്നു. അപ്പം അമ്മയ്ക്ക് ഇവിടുത്തെ പൂക്കളും സ്ഥലങ്ങളൊക്കെ അറിയാം. അപ്പോൾ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഓരോ വീഡിയോസ് കാണുന്നതും. അമ്മ തന്നെ പറഞ്ഞു തരും ഇന്ന സ്ഥലത്ത് പോയിട്ടുണ്ടെങ്കിൽ ഇന്നതുണ്ടെന്ന്. അമ്മേ ഹായ്, ഒരുപാട് സന്തോഷം. അങ്ങനെ ഒരുപാട് പേര് പറ്റി പറയാനും ഒക്കെയുള്ളൊരു വേദിയാണിത്. ചേച്ചിയുടെ വീഡിയോയിൽ കമന്റ് ഇടുന്ന ഒരുപാട് പേരില്ലേ അല്ലേ? ഒരുപാട് പേരുണ്ട്. ചങ്സ്. എൻ്റെ 10ാം ക്ലാസ്സിൽ പഠിച്ച എൻ്റെ കൂട്ടുകാർ ഒരുപാട് അവർ നോക്കിയിരിക്കുകയാണ് ഇതൊക്കെ കാണാനായിട്ട്. അതുപോലെ തന്നെ ഒരുപാട് പേരുണ്ട്. ആരൊക്കെയൊന്നും പെട്ടെന്ന് നമുക്ക് പറയാൻ കിട്ടില്ല. എൻ്റെ വീട്ടുകാർ, ഉണ്ണിയുടെ വീട്ടുകാർ, അയൽവക്കക്കാർ, നാട്ടുകാർ, എല്ലാവരും UK യിലുള്ള ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഒരുപാട് സന്തോഷം. അപ്പം നമുക്ക് ഈ ഒരു വീഡിയോക്കടെ ഒരുപാട് കാര്യങ്ങൾ കാണാനും കേൾക്കാനും ഒക്കെ സാധിക്കട്ടെ. അപ്പോൾ ഇതുപോലെ നമുക്ക് മറ്റുള്ളവരെ, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ മറ്റുള്ളവരുടെ സങ്കടങ്ങളൊക്കെ നമ്മൾ കേൾക്കുമ്പം ഒന്ന് ചേർത്ത് പിടിക്കാനായിട്ട് നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ കേട്ടോ. ചിലപ്പോൾ നമുക്ക് സാമ്പത്തികമായിട്ട് ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ലായിരിക്കും, എന്നാലും ഒന്ന് ചേർത്ത് പിടിച്ചിട്ട് ഒരു വാക്ക് പറയാനായിട്ട്, ഒരു ആശ്വാസവാക്ക് പറയാനായിട്ട് നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ. എല്ലാവരും ചെയ്യുന്നുണ്ടെന്നറിയാം, എന്നാലും പെട്ടെന്ന് അങ്ങനെ എനിക്ക് ഈ പൂവുകളൊക്കെ കണ്ടപ്പോൾ അങ്ങനെ അങ്ങ് തോന്നി പറയാനായിട്ട്. ഞങ്ങൾക്കിങ്ങനെ കുറച്ച് നടന്നിട്ട് വേണേ അങ്ങോട്ട് പോകാനായിട്ടേ. അപ്പോൾ പാവം നമ്മുടെ ടീന നോക്കി, ടീന വിഷമിച്ച് ക്ഷീണിച്ച് ഒരു പഴം കഴിക്കുക. അതും വീഡിയോയിലായി. എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് പോയിക്കൊണ്ടിരിക്കുവാണേ. അപ്പോൾ റോഡിൻ്റെ സൈഡിലൊരു വീട്ടിൽ നോക്കിയേ, ആ വീടിൻ്റെ ഫ്രണ്ടിൽ ടീന ആ പൂവൊന്ന് പിടിക്കാൻ പറ്റുമോ? അതൊക്കെ കണ്ടത് തന്നെയാണ്, പക്ഷെ അതിൻ്റെ ഒരു വേറൊരു നിറയെ ഉണ്ട്. ഞാൻ ചെറിയതായിട്ട് ഇലകൾ വന്നു തുടങ്ങിയേ. നമുക്ക് അവരുടെ പെർമിഷൻ മേടിച്ചിട്ടില്ല, അപ്പോൾ അതുകൊണ്ട് കൂടുതൽ എടുക്കാൻ പറ്റില്ല. എന്നാലും ഒരു ഷോട്ട് കാണിച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ചും കൂടി ഞങ്ങളങ്ങ് നടന്നു കഴിഞ്ഞപ്പോണ്ടല്ലോ ഒരു വീടിൻ്റെ ഫ്രണ്ടിൽ വേറൊരു കട്ട, ഇത് നോക്കിയേ, ഇത് നിറയെ ഒരു കുടലയാണതേ. ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ നിങ്ങളെ കാണിക്കാണ്ടിരിക്കാൻ പറ്റില്ല കേട്ടോ. അത്രയ്ക്ക് രസമുള്ളൊരു പൂവ്, നല്ല റോസ് കളർ. ഇതിൻ്റെ ഒരു റോസ് കളർ പാവാടയും ഒരു ബ്ലൗസ് ഏതായിരിക്കും സൂട്ടാവുന്നത് ടീന കുട്ടി? ടീനയാണ് എടുക്കുന്നതേ, അതുകൊണ്ട് ടീനെ കിട്ടുന്നില്ല. ഇന്ന് റാണിയില്ല, റാണിക്കിന്ന് വരാൻ പറ്റില്ല, ഞങ്ങൾ രണ്ടുപേരും ഉള്ളൂ ഇന്ന്. അടിപൊളി. അപ്പം നമ്മുടെ എപ്പിസോഡ് ഇന്നത്തെ വൈൻഡപ്പ് ചെയ്യുവാണ്. അപ്പം നമ്മുടെ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഹാപ്പി വിഷു.